KSRTC യാത്രാ ബുക്കിങ്ങിനായി എത്തിയ യുവാവിനെ തെരുവ് നായ കടിച്ചതായി പരാതി. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം ഫാബിസ് മൾട്ടി ജിം പമ്പനാർ. കുമളിയിലെ KSRTC ഡിപ്പോയിൽ നിന്നും ഉല്ലാസയാത്രയ്ക്ക് ബുക്കിങ്ങിനായി എത്തിയ യുവാവിനെ ഡിപ്പോയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കൾ കടിച്ചതായി പരാതി. ചെങ്കര വാഴപ്പനൽ വീട്ടിൽ ജോർജ് മാത്യുവിൻ്റെ മകൻ ജിയോ ജോർജിനാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം നടന്നത്. KSRTCയുടെ ജംഗിൾ സഫാരി ഉല്ലാസയാത്ര ബുക്കിങ്ങിനായി എത്തിയതായിരുന്നു ജിയോ. കൗണ്ടറിന് മുമ്പിൽ കിടക്കുകയായിരുന്നു തെരുവ് നായ ജിയോയെ കടിക്കുകയായിരുന്നു. മറ്റൊരു തെരുവ് നായ ജിയോയെ കടിക്കാൻ ഓടിക്കുകയും ചെയ്തു. തനിക്ക് തെരുവ് നായയുടെ കടി ലഭിച്ചു എന്ന് ഡിപ്പോയിലെ ജീവനക്കാരോട് പറഞ്ഞപ്പോൾ വിചിത്രമായ മറുപടിയാണ് അവർ പറഞ്ഞത് എന്നും യുവാവ് ആരോപിക്കുന്നു. ചെയ്യാൻ വേണ്ടിയാണ് കുമളി ഡിപ്പോയിൽ ചെന്നത്. അപ്പോൾ ഒരു 12:30 സമയം കാണും. ഞാൻ ഡിപ്പോയിലോട്ട് കയറി ചെല്ലുമ്പോൾ വാതൊക്കെ 2 പട്ടികൾ കിടപ്പുണ്ടായിരുന്നു. ചെന്നപാടെ രണ്ടും കുരച്ചുകൊണ്ട് ചാടുകയായിരുന്നു. കുരച്ചുകൊണ്ട് ചാടി ഒരെണ്ണം ആദ്യം കാലേ കടിച്ചു. മറ്റേത് കടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും ഡിപ്പോയിലുള്ള ഒരാൾ എറിഞ്ഞു ഓടിച്ചു. അപ്പം ഞാൻ പുള്ളി ചോദിച്ചു കടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കൈയും കാലൊക്കെ കഴുകാൻ പറഞ്ഞു. കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ളവരെ വിളിച്ചു. അവർ പാർക്ക് ചെയ്യാൻ കാറ് കൊണ്ടിട്ടപ്പോൾ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചപ്പോഴേക്കും അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും കടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഡിപ്പോയിലുള്ള പുള്ളി പറഞ്ഞത് അപരിചിതരെ കണ്ട പട്ടി കടിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്നും കാണുന്നവരെ മാത്രം അല്ല, എന്നും വരുന്നവരെ മാത്രമാണോ ഡിപ്പോയിൽ വരുന്നത്? അല്ലാത്തവരും വരുന്നില്ലേ? അപ്പം അവരെയും കടിക്കുമോ? ഇപ്പം ഞാൻ ഇവിടെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ്. ഇപ്പം 8 കുത്തിവെപ്പ് കഴിഞ്ഞു. ഇപ്പം ഡിസ്ചാർജ് ചെയ്തേ ഉള്ളൂ. കുമളിയിലെ KSRTCയിൽ ബുക്കിങ്ങിനായി എത്തുന്നവർ ആദ്യം തെരുവ് നായ്ക്കളെ മെരുക്കിയതിനു ശേഷം ബുക്കിംഗ് കൗണ്ടറിലെത്തി ബുക്കിംഗ് ചെയ്യേണ്ട അവസ്ഥയാണ് എന്നും യുവാവ് ആരോപിച്ചു. അക്രമത്തിൽ പരിക്കേറ്റ് ജിയോ കുമളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്കും തുടർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. ഇനി ഒരു യാത്രക്കാരനും ഈ ദുരനുഭവം ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെ ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്.